ഈ വീഡിയോ മുഴുവൻ കാണണം. നിങ്ങളുടെ ചില സുഹൃത്തുക്കൾക്ക് ഇത് പങ്കുവയ്ക്കാനും ശ്രദ്ധിക്കുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതിന് ആദ്യമേ തന്നെ മുതിരണം. നമസ്കാരം. ഇന്ത്യയുടെ സിയാച്ചിൻ ഭൂപ്രദേശം അത് പാകിസ്ഥാന് കൈമാറാൻ കോൺഗ്രസ് ഭരണകൂടം തീരുമാനിച്ചിരുന്നു ഒരു ഘട്ടത്തിൽ. മൻമോഹൻ സിംഗ് സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ പോലും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ അത് സംബന്ധിച്ച് ഏതാണ്ട് ധാരണയും എത്തി. സിയാച്ചിൻ പാകിസ്ഥാന് കൊടുത്തേക്കാം, മേലാൽ അതിർത്തി തർക്കവുമായിട്ട് വരരുത് എന്ന ഉടമ്പടിയാണത്രേ മൻമോഹൻ സിംഗും മുഷാറഫും തമ്മിൽ ഉണ്ടാക്കാൻ ശ്രമിച്ചത്. പക്ഷേ അവസാന നിമിഷം അത് നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല. ഇതിപ്പോൾ സൂചിപ്പിക്കാൻ കാരണം ചൈനീസ് അതിർത്തിയിൽ ചൈനീസ് പട്ടാളം വന്ന് അണിനിരന്നു എന്നുള്ള യാഥാർത്ഥ്യം നമ്മളൊക്കെ കണ്ടതാണ്. പക്ഷെ ഇന്ത്യയുടെ ഭൂപ്രദേശത്തേക്ക് അവർ ഒരു ഇഞ്ച് ഭൂപ്രദേശത്തേക്ക് അവർക്ക് കാലെടുത്ത് വയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ കാര്യം ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വ്യക്തമാക്കിയതാണ്. നമ്മുടെ ഒഫീഷ്യലായിട്ടും അൺഒഫീഷ്യലായിട്ടും ആ കാര്യങ്ങൾ പലവട്ടം വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇന്ത്യയും ചൈനയും തമ്മിൽ മുൻ ധാരണ പ്രകാരമുള്ള സൈനിക തലത്തിലുള്ള ചർച്ചകൾ നടക്കുകയും ചെയ്യുന്നു. അപ്പോഴും ചൈന എത്ര ഭൂമി കയ്യേറി, ചൈന എവിടം വരെ എത്തി എന്ന് ചോദിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിയെ പോലുള്ള കോൺഗ്രസ് നേതാക്കന്മാര് പരസ്യ പ്രസ്താവനയുമായിട്ട് വരുമ്പോഴാണ് രാജ്യത്തെ ഒറ്റുകൊടുത്ത ചരിത്രമുള്ളത് കോൺഗ്രസ്സുകാർക്കാണ് എന്ന് ഓർമ്മിപ്പിക്കേണ്ടി വരുന്നത്. ഡോക്ലാമിനെ കുറിച്ച് ഞാൻ മുമ്പ് പലപ്പോഴും സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് 2017 ഭൂട്ടാനും ഇന്ത്യയും ചൈനയും ചേരുന്ന ഒരു ട്രയാങ്കിളില് പ്രശ്നമുണ്ടാക്കാൻ ചൈനീസ് പട്ടാളം വന്നിരുന്നു. ഇന്ത്യൻ അതിർത്തി കടക്കാൻ, ഇന്ത്യക്ക് ഭൂട്ടാനിലേക്കും മറ്റുമുള്ള യാത്രാ മാർഗം തടയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമവും കൂടിയായിരുന്നു. അതിനെ ചെറുത്ത് തോൽപ്പിക്കാൻ ഇന്ത്യൻ സൈന്യത്തിനായി. പക്ഷെ സംഘർഷം മുട്ടി നിൽക്കുന്ന കുറെ ദിവസങ്ങളുണ്ടായിരുന്നു അതിനു മുമ്പ്. ആ സമയത്ത് നമ്മുടെ രാഹുൽ ഗാന്ധി എന്താ ചെയ്തേ? തലയിൽ മുണ്ടിട്ടിട്ട് ഡൽഹിയിലെ ചൈനീസ് എംബസിയിൽ പോയില്ലേ? ചൈന ഇന്ത്യയെ ആക്രമിക്കാൻ തയ്യാറാകുമ്പോൾ കോൺഗ്രസിന്റെ നേതാവിന് ചൈനയുടെ അംബാസഡറുമായിട്ട് എന്ത് രഹസ്യ ബാന്ധവമാണ് ഉണ്ടായിരുന്നേ? എന്ത് ചർച്ച ചെയ്യാനാണ് അദ്ദേഹം അവിടെ പോയത്? ഇത് നമ്മൾ പലവട്ടം ചർച്ച ചെയ്ത് കഴിഞ്ഞതാണ് ഈ വിഷയം. അതിനിടയിലാണ് സിയാച്ചിൻ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ പുറത്തു വരുന്നത്. സിയാച്ചിൻ മഞ്ഞുമലകളാണ്, നമുക്കൊക്കെ അറിയാം. പക്ഷെ അതിനൊരു സെക്യൂരിറ്റി ആംഗിൾ ഉണ്ട്. ചൈനയ്ക്കും പാകിസ്ഥാനും ഇന്ത്യക്കും ഈ പറയുന്ന 3 രാജ്യങ്ങൾക്കും ഇടയ്ക്കുള്ള സ്ഥലമാണത്. ആ കൈമോശം വന്നാൽ പലർക്കും ഇന്ത്യയെ ആക്രമിക്കാൻ കഴിയും എന്നത്, ഇന്ത്യയുടെ ഭൂപ്രദേശത്തേക്ക് കടന്നു വരാൻ എളുപ്പം കഴിയുമെന്നത് നമുക്കറിയാം. അതുകൊണ്ടാണ് ഈ വല്ലാത്ത പ്രതികൂല സാഹചര്യങ്ങളിലും നമ്മുടെ സുരക്ഷാ ഭടന്മാര് അവിടെ പോയി താമസിക്കുന്നത്. 1984 സിയാച്ചിൻ മുഴുവൻ വീണ്ടും നമ്മുടെ കൈവശമാക്കിയത്. അതിനുശേഷം അവിടേക്ക് പാകിസ്ഥാൻ കടന്നു വരാൻ പലവട്ടം ശ്രമിച്ചിട്ടുണ്ട് അവകാശവാദവുമായിട്ട്.
പക്ഷെ പാക് പട്ടാളത്തിന് ഏതാണ്ട് കുറെ കിലോമീറ്ററുകൾ അകലെ സാൾട്ടാറോ റിഡ്ജിന് അപ്പുറത്തെ നിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഇപ്പോഴും അതാണ് അവസ്ഥ. അതിനിടയ്ക്കാണ് മൻമോഹൻ സിംഗിന്റെ കാലഘട്ടത്തിൽ നമ്മുടെ കോൺഗ്രസ് AK ആന്റണി ഉൾപ്പെട്ട കോൺഗ്രസ്സുകാരുടെ നേതൃത്വത്തിൽ ആ ഭൂപ്രദേശം മുഴുവൻ വെള്ളി തളികയിൽ വെച്ച് പാകിസ്ഥാനും മുഷാറഫിനും കൊണ്ട് കൊടുക്കാൻ തീരുമാനിച്ചത്. അല്പാഭിമാനമുള്ളവർക്ക് അത്തരം ഒരു ഡീല് പാകിസ്ഥാനുമായിട്ട് ഉണ്ടാക്കാൻ കഴിയുമോ? അങ്ങനെ ഒരു ചർച്ചയ്ക്ക് പോലും അവസരമൊരുക്കാൻ ഒരു ദേശാഭിമാനിയായ ഇന്ത്യക്കാർക്ക് കഴിയുമോ? കോൺഗ്രസ്സുകാരത് ചെയ്തു എന്ന് മാത്രമല്ല, മുഷാറഫുമായിട്ട് അത് സംബന്ധിച്ച് ചർച്ചയും നടത്തി. ഇത് പരമരഹസ്യമൊന്നുമല്ല. ഇപ്പോൾ ഇത് ഓർമ്മിപ്പിക്കാൻ കാരണം കഴിഞ്ഞ ദിവസം ഒരു ദേശീയ ഇംഗ്ലീഷ് ചാനലിൽ നടന്ന ചർച്ചയാണ്. അന്ന് ഈ കൂടിയാലോചനകളുമായി ബന്ധപ്പെട്ട ഒരു സൈനിക ഉദ്യോഗസ്ഥൻ വന്നിട്ട് പരസ്യമായിട്ട് പറഞ്ഞു, നമ്മളത് പാകിസ്ഥാന് ദാനം ചെയ്യാൻ ഇരുന്നതാണ്, അവസാന നിമിഷം നടന്നില്ല എന്ന്. വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി ആയിരുന്ന ശ്യാം സരൺ തന്റെ പുസ്തകത്തിൽ ഇക്കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. ഹൗ ഇന്ത്യ സീസ് ദ വേൾഡ്, കൗഡില്യ ടു ദ 21st century എന്നതാണ് പുസ്തകത്തിന്റെ പേര്. അതിൽ അദ്ദേഹം പറയുന്നത് 89-ലും 92-ലും 2006-ലും ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടന്നിട്ടുണ്ടെന്നാണ്. അപ്പൊ ഇന്ത്യയുടെ ഭൂപ്രദേശം പാകിസ്ഥാന് കൊടുത്താൽ പിന്നെ നമ്മൾ അവിടെ സുരക്ഷാ ഭടന്മാരെ കൊണ്ട് നിർത്തേണ്ടതില്ല. എളുപ്പമായില്ലേ കാര്യം? ഇങ്ങനെ കോൺഗ്രസ്സുകാരൻ ചിന്തിച്ചുവെങ്കിൽ അത് അപകടകരമല്ലേ? അവരുടെ മനസ്സ് എത്രത്തോളം വികലമാണ്, അവർക്ക് എന്ത് രാഷ്ട്രഭക്തിയാണുള്ളത്, ഈ മാതൃഭൂമിയോട് അവർക്ക് എന്ത് കമ്മിറ്റ്മെന്റ് ആണുള്ളത്? ആദ്യം ചർച്ചകൾ നടക്കുമ്പോൾ ശിവശങ്കർ മേനോനായിരുന്നു അത്രേ സുരക്ഷാ ഉപദേഷ്ടാവ്, മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി. ആ പുസ്തകത്തിൽ പറയുന്നത് 2006 മെയ്യില് ഇൻഡോ പാക് പ്രതിരോധ സെക്രട്ടറിമാരുടെ ചർച്ച നിശ്ചയിച്ചിരുന്നു ഈ കാര്യത്തിന് വേണ്ടിയിട്ടാണ്. അതിന്റെ തലേന്ന് ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി അഫയേഴ്സ് CCS കൂടി. കാരണം ഇന്ത്യയുടെ ഭൂപ്രദേശം കൈമാറണമെങ്കിൽ CCSന്റെ എങ്കിലും അപ്രൂവൽ വേണമല്ലോ. അതിനുശേഷം ക്യാബിനറ്റിൽ പോകാമെന്നായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക. അവിടെ ഒരു നോട്ടുണ്ടായിരുന്നു CCSന്റെ മുമ്പിൽ. വിവിധ മന്ത്രാലയങ്ങള്, വിവിധ സൈനിക മേധാവികൾ ഉൾപ്പെട്ട കൂടിയാലോചനകളുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ നോട്ട്. അത് അംഗീകരിച്ചാൽ മതി എന്നതായിരുന്നു സ്ഥിതി. പക്ഷെ അന്നത്തെ സുരക്ഷാ ഉപദേഷ്ടാവ് MK നാരായണൻ അതിനെ ഒബ്ജക്റ്റ് ചെയ്തു. MK നാരായണൻ മലയാളിയാണ്, നമുക്കറിയാം. അദ്ദേഹം പറഞ്ഞു, ഇത് സുരക്ഷാ ദൃഷ്ടിയിൽ വലിയ അപകടമുണ്ടാക്കുന്ന കാര്യമാണ്, അത് ഒന്നുകൂടി ആലോചിച്ച് ചെയ്യേണ്ടതാണ്, ഇപ്പോൾ ചെയ്താൽ അത് ദോഷം ചെയ്യും ഇന്ത്യക്ക് എന്നുള്ള നിലപാടെടുത്തു. അന്നത്തെ സൈനിക മേധാവി JJ സിംഗ് ആയിരുന്നു. അദ്ദേഹം ആദ്യഘട്ടത്തിൽ സർക്കാരിന്റെ നിലപാടിന് അനുസൃതമായിട്ട് പോയിരുന്ന ഒരാളാണ്. പക്ഷെ ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റീസിൽ സുരക്ഷാ ഉപദേഷ്ടാവായ MK നാരായണൻ ശക്തമായ പ്രതിരോധം തീർത്തപ്പോ കൂടെ വരാൻ അദ്ദേഹവും തയ്യാറായി. അങ്ങനെയാണ് ആ സ്കീം അല്ലെങ്കിൽ ആ പദ്ധതി തൽക്കാലത്തേക്ക് കോൺഗ്രസ്സുകാർ മാറ്റിവെച്ചത്. ശാംസൻ പറയുന്നത് ഇന്ത്യയും പാകിസ്ഥാനും ഈ സിയാച്ചിൻ കൈമാറി കഴിഞ്ഞാലുള്ള ഉണ്ടാകാവുന്ന നിലയിലുള്ള ഭൂപടം വരെ തയ്യാറാക്കി എന്നാണ്.
ഇത് ശ്യാംസരൻ മാത്രമല്ല. 2015 മുൻ പാക് വിദേശകാര്യമന്ത്രിയായിരുന്ന ഖുർഷിദ് മുഹമ്മദ് കസൂരിയുടെ ഒരു പുസ്തകം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നെയ്തർ എ ഹോക്ക് നോർ എ ഡോ എന്നാണ് അതിന്റെ പേര്. അതിലും ഈ സംഭവ വികാസങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. അപ്പോ ഒളിച്ചുകളിയല്ലായിരുന്നു. പാകിസ്ഥാനും തുറന്നു പറയുന്നു, ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറിയും തുറന്നു പറയുന്നു. ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, 1994 ഇന്ത്യയുടെ പാർലമെന്റ് ഏകകണ്ഠേന ഒരു പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട്. ലോകസഭയും പാസ്സാക്കി, രാജ്യസഭയും പാസ്സാക്കി. രണ്ടും യുനാനിമസ് ആയിരുന്നു. അതും നരസിംഹറാവു എന്ന് പറയുന്ന കോൺഗ്രസുകാരന്റെ കാലഘട്ടത്തിൽ, അദ്ദേഹം പ്രധാനമന്ത്രിയായിരുന്ന കാലത്താണ്. പാക് കാശ്മീർ ഉൾപ്പെടെ അക്സായ് ചീൻ ഉൾപ്പെടെയുള്ള ഭൂപ്രദേശം ഇന്ത്യയുടേതാണ്. അത് വീണ്ടെടുത്തേ തീരൂ, വീണ്ടെടുക്കുമ്പോഴേ ഇന്ത്യ പൂർണ്ണമാകൂ എന്നതായിരുന്നു ആ പ്രമേയത്തിലെ സന്ദേശം. അങ്ങനെ ഒരു പ്രമേയം നിലനിൽക്കുന്ന സമയത്ത്, അത് നമ്മുടെ രക്തത്തിലും ഹൃദയത്തിലും നിലനിൽക്കുന്ന സമയത്ത് എങ്ങനെയാ ഇവർക്ക് സിയാച്ചിൻ മലനിരകൾ പാകിസ്ഥാൻ എഴുതി കൊടുക്കാൻ പറ്റുക? എങ്ങനെയാ അങ്ങനെ ചിന്തിക്കാൻ ഈ കൂട്ടർക്ക് തോന്നുക? അതിന് കോൺഗ്രസ്സുകാർ പറഞ്ഞ ന്യായമുണ്ട്. 2012 മുതൽ 2012 ജനുവരി മുതൽ 15 ജൂലൈ വരെ ഏതാണ്ട് 33 നമ്മുടെ ധീര സൈനികര് സിയാച്ചിനിലെ അപകടകരമായ കാലാവസ്ഥ മൂലം വീരമൃത്യു വരിച്ചു. ഏതാണ്ട് 870, 880 അല്ലെങ്കിൽ 900 ധീര സൈനികർ ഈ കാലഘട്ടത്തിനിടയിൽ സിയാച്ചിനിൽ നമ്മളെ വിട്ടു പോയിട്ടുണ്ട്. രാഷ്ട്രത്തിന് വേണ്ടി ജീവിതം സമർപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ പേരിൽ ഇന്ത്യയുടെ ഒരു ഭൂപ്രദേശം മുഴുവൻ വിട്ടുകൊടുക്കാമോ? അത് സംരക്ഷിക്കാൻ വേറെ എന്തെങ്കിലും മാർഗമുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് കൂടി ചിന്തിക്കുകയല്ലേ വേണ്ടത്? തീർച്ചയായിട്ടും കോൺഗ്രസ്സുകാരുടെ ചിന്ത രാജ്യത്തിനൊപ്പമായിരുന്നില്ല, രാഷ്ട്രത്തിനൊപ്പമായിരുന്നില്ല. അവരുടെ മനസ്സിൽ രാഷ്ട്രഭക്തി ചെറുതായെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഈ നിലയ്ക്ക് ചിന്തിക്കില്ലായിരുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യാൻ തയ്യാറായ കോൺഗ്രസ് പാർട്ടിയുടെ നേതാവാണ് രാഹുൽ ഗാന്ധി. ഇപ്പൊ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് എന്താണെന്ന് അദ്ദേഹം കേട്ടോ? നമ്മുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞത് അദ്ദേഹം കേട്ടോ? നമ്മുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യക്തമാക്കിയത് അദ്ദേഹം അറിഞ്ഞോ? ഇന്ത്യക്ക് ആരുടെയും ഭൂമി വേണ്ട, പക്ഷെ ഇന്ത്യയുടെ ഭൂമിയിൽ കാലുകുത്താൻ വേറൊരാളെ അനുവദിക്കില്ല. ഇതല്ലേ 3 പേരുടെയും നാവിൽ നിന്ന് പുറത്തു വന്നത്? വാക്കുകൾക്ക് വ്യത്യാസം ഉണ്ടാവും. ഇന്ത്യയുടെ ഒരു തരി മണ്ണ് കൈയടക്കാൻ ഇനി ഒരാളെ അനുവദിക്കില്ല എന്നാണ്. ചർച്ചകളിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നമ്മൾ തയ്യാറാണ്. അതിർത്തിയിൽ സൈന്യത്തെ കൊണ്ട് നിരത്തി ഭീഷണിപ്പെടുത്തിയാൽ വഴങ്ങുന്ന കാലഘട്ടമൊക്കെ പോയി എന്നതും ചൈനയോട് ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ കമാൻഡർ ലെവലിൽ ആദ്യം ചർച്ച നടത്താൻ ചൈന സന്നദ്ധമായത്. 6-ാം തീയതി മറ്റന്നാള് ലഫ്റ്റനന്റ് ജനറൽ തലത്തിലുള്ള ചർച്ചയ്ക്കും തീരുമാനിച്ചിട്ടുണ്ട്. പ്രശ്നം അവിടെ പരിഹരിക്കാൻ ഇന്ത്യ തയ്യാറാ. പരിഹാരം എന്താ? ഇപ്പോൾ അതിർത്തിയിൽ വന്നുള്ള വിരട്ടൽ വേണ്ട, തിരിച്ചു പോകണം. അവർ ഇന്നലെ തന്നെ ഈ ചൈനീസ് പട്ടാളം 2 അടി പിന്നാക്കം പോയി കഴിഞ്ഞിരിക്കുന്നു. അവരെ വിശ്വസിക്കാമെന്നല്ല, അവർ തൽക്കാലം പുറകോട്ട് മാറി നിൽക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് ഈ ലഫ്റ്റനന്റ് ജനറൽ ചർച്ചയ്ക്ക് മുമ്പ് നടന്നു എന്നതും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അത് ഇന്ത്യയുടെ ഒരു ആത്മവീര്യം വർദ്ധിപ്പിച്ചിട്ടേ ഉള്ളൂ. പക്ഷെ നാളെ അവർക്ക് കടന്നു വരാം. അത് അവരുടെ ഭൂപ്രദേശത്താണ് അവർ വരുന്നത്, ഇന്ത്യയുടെ ഭൂപ്രദേശത്തല്ല. പക്ഷെ ഇന്ത്യയുടെ നിലപാട് വ്യക്തമാണ്.
അക്സായ് ചിൻ ഇന്ത്യയുടേതാണ്. അത് സ്ഥാപിക്കാൻ ആവശ്യമായ ചൈനയുടേതായിട്ടുള്ള ഭൂപടം പോലും ഇന്ത്യയുടെ കൈവശമുണ്ട്. സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള ലഡാക്ക് താലൂക്കിന്റെ ഭൂപടം അതും ഇന്ത്യയുടെ കൈവശമുണ്ട്. ഇത് രണ്ടും ഏത് ലോക കോടതിയിൽ പോയാലും ഇന്ത്യക്ക് അനുകൂലമാകും. അതുകൊണ്ട് ചൈന വിട്ടു പോകുന്നതെന്നല്ല, അക്സായ് ചിന്നിൽ നിന്ന് അവർ പിന്മാറുന്നതാണ് നല്ലത്. POKയിൽ നിന്ന് പിന്മാറാൻ പാകിസ്ഥാനെ ഉപദേശിക്കുന്നതാണ് നല്ലത്. അതിനൊക്കെ അവർ തയ്യാറാകുമെന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കോൺഗ്രസിന്റെ മുൻ പ്രസിഡന്റ് രാഹുൽ ഗാന്ധി ഇനിയെങ്കിലും കുറച്ചു കാലം ചരിത്രം പഠിക്കാൻ തയ്യാറാകണം. കോൺഗ്രസ്സുകാർ ചെയ്തിട്ടുള്ള പാതകങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് വയവിറക്കാൻ തയ്യാറാവണം. നെഹ്റുവിന്റെ കാലഘട്ടത്തിലാണ് അക്സായ് ചിൻ ചൈനയ്ക്ക് കൈമാറ്റം ചെയ്തത്. POK പാകിസ്ഥാൻ കൈയടക്കിയത് നെഹ്റുവിന്റെ കാലഘട്ടത്തിലാണ്. ഈ രണ്ട് സമയത്തും അത് തിരിച്ചു പിടിക്കാമെന്ന് ഇന്ത്യൻ സൈന്യം പറഞ്ഞപ്പോൾ വേണ്ടെന്ന് വച്ചത് നെഹ്റുവാണ്. അതുപോലെ വീണ്ടും ഭൂമി വിൽക്കാൻ, ഇന്ത്യയുടെ ഭൂമി ആർക്കെങ്കിലും കൊടുക്കാൻ നരേന്ദ്രമോദി ഉണ്ടാവില്ല. അവസാനത്തെ തുള്ളി രക്തം വരെ ഈ ഇന്ത്യയുടെ 4 അതിർത്തികൾ സംരക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധമാണ് BJPയും അതിൻ്റെ പിന്നിലുള്ള ദേശീയ പ്രസ്ഥാനങ്ങളും. അതിനൊക്കെ നേതൃത്വം കൊടുക്കുന്ന BJPക്ക് നേതൃത്വം കൊടുക്കുന്ന, രാജ്യത്തിന് നേതൃത്വം കൊടുക്കുന്ന നരേന്ദ്രമോദിയും. നമസ്കാരം.